Assalamu alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? I hope all of you are fine and safe at home. Starting with the dua, Rabbi yassir, wa la tu'assir, wa tammim bil khair, wa bika nasta'inu, ya fattahu, Rabbi zidni ilma, Rabbi zidni ilma, Rabbi zidni ilma. In the last physics class, you had learned about energy meter. അല്ലേ KWH എന്ന് പറഞ്ഞൊരു മീറ്ററിനെ കുറിച്ച് പഠിച്ചു. ആൻഡ് വി സ്റ്റഡീഡ് 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. എനർജി കൺസ്യൂം ചെയ്തതിനുള്ള ഇക്വേഷൻ എന്താണ്? എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻ വാട്ട്സ് മൾട്ടിപ്ലൈഡ് ബൈ ടൈം ഇൻ അവേഴ്സ് ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ 1 യൂണിറ്റ് ഇലക്ട്രിക്കൽ എനർജി ഈസ് ഈക്വൽ ടു 1 കിലോ വാട്ട് അവർ. അപ്പം ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് എന്ന് പറയുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ കിലോ വാട്ട് അവർ എന്ന് പറയാം. നൗ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് യു ഹാവ് എ ക്വസ്റ്റ്യൻ. In a house, 5 CF lamps each of 20 watt works for 4 hours. 5 CFL ലാമ്പ് 20 വാട്ട് ഉള്ളത് 4 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ 4 ഫാൻസ് ഈച്ച് ഓഫ് 60 വാട്ട് വർക്ക് ഫോർ 5 hours. 4 ഫാന് 60 വാട്ട് പവർ 5 മണിക്കൂറത്തേക്ക് വർക്ക് ചെയ്യുന്നു. TV of 100 watts works for 4 hours in a day. അപ്പോൾ ഒരു TV ഉണ്ട്, വർക്ക് ചെയ്യുന്നത് 100 വാട്ട്സിലാണ് പവർ, ആൻഡ് ഇറ്റ് വർക്ക്സ് ഫോർ 4 hours in a day. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വാട്ട് വിൽ ബി ദ ഡെയിലി കൺസംഷൻ ഷോഡ് ബൈ ദ വാട്ട് അവർ മീറ്റർ. അപ്പോൾ വാട്ട് അവർ മീറ്ററിൽ എത്ര യൂണിറ്റ് എരിഞ്ഞു എന്ന് കാണിക്കും, അത് നമ്മൾ കണ്ടുപിടിക്കണം. സോ എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? സി എഫ് എല്ലിൻ്റെ പവർ എത്രയാണ്? 20 വാട്ട്. എത്ര സി എഫ് എൽ ഉണ്ട്? 5 സി എഫ് എൽ ഉണ്ട്. സോ 20 മൾട്ടിപ്ലൈഡ് ബൈ 5 എത്ര പവർ വരും? 100 വാട്ട് പവർ വരും അല്ലേ? എത്ര മണിക്കൂറുണ്ട്? 4 hours ഉണ്ട്. ഫാൻ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. 6 4 24, 240 വാട്ട് ഫാനിൻ്റെ പവർ ഉണ്ട് അല്ലേ? സി എഫ് എല്ല് ഫാനിൻ്റെ പവറുണ്ട്. ടൈം 5 hours. ടി വിക്ക് പവർ എത്ര? 100 വാട്ട്. ഒരു ടി വിയേ ഉള്ളൂ. സോ പവർ ഓഫ് ടി വി 100 വാട്ട്, ടൈം 4 hour. ഇതിൻ്റെ എല്ലാം കൂടെ എനർജി കൺസംഷൻ നമ്മൾ സം അപ്പ് ചെയ്യണം. സോ എനർജി ഇൻ കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ ടു പവർ ഇൻ വാട്ട്സ് ഇൻറ്റു ടൈം ഇൻ അവേഴ്സ് ഡിവൈഡഡ് ബൈ 1000 അല്ലേ? ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇതിനെല്ലാം അങ്ങനെ ചെയ്ത് സം ചെയ്യണം അല്ലേ? സമ്മിങ്ങണം, മൊത്തത്തിൽ സം ചെയ്യണം അല്ലേ? ആദ്യം 5 × 20 എത്ര? 100 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 1000 പ്ലസ് 60 × 4 240 ഇൻറ്റു 5 hours ഡിവൈഡഡ് ബൈ 1000 പ്ലസ് 100 പവർ ഇൻറ്റു ടൈം 4 ഡിവൈഡഡ് ബൈ 1000. അപ്പം ഇതിൻ്റെ ആൻസർ എത്രയാണ്? 400. 0.4 യൂണിറ്റ്. രണ്ടാമത്തേൻ്റെ യൂണിറ്റ് എത്രയാണ്? 1.2 യൂണിറ്റ്. മൂന്നാമത്തേൻ്റെ യൂണിറ്റ് എത്രയാണ്? 0.4 യൂണിറ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ സം ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.4 പ്ലസ് 1.2 പ്ലസ് 0.4 ചെയ്താൽ 2 യൂണിറ്റ്സ് കിട്ടും. 2 യൂണിറ്റ്സ് ഓർ 2 കിലോ വാട്ട് അവർ. ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, 2 യൂണിറ്റ്സ് അല്ലെങ്കിൽ 2 കിലോ വാട്ട് അവർ. പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. സി എഫ് എല്ലിൻ്റെയും ഫാനിൻ്റെയും ടി വിയുടെയും സെപ്പറേറ്റ് നിങ്ങൾ താഴെ എഴുതുക. ആൻസേഴ്സ് കണ്ടുപിടിച്ചിട്ട് അതെല്ലാം കൂടെ സം ചെയ്യുക. ആൻസർ ഈസ് 2 യൂണിറ്റ്സ് അല്ലെങ്കിൽ 2 കിലോ വാട്ട് അവർ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് സേഫ്റ്റി മെഷേഴ്സ്. സേഫ്റ്റി മെഷേഴ്സ് ഇൻ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ. സേഫ്റ്റി മെഷേഴ്സ് പഠിക്കുമ്പം നമ്മൾ പഠിച്ചു ഫേസ് ലൈനും ന്യൂട്രൽ ലൈനും ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചപ്പോൾ
നമ്മൾ പഠിച്ചു, വി ഹാവ് ലേൺഡ് ദാറ്റ് ദർ ഇസ് എ എനർജി മീറ്റർ, ദർ ഇസ് എ ഫ്യൂസ്, ദർ ഇസ് എ മെയിൻ സ്വിച്ച്, ELCB, മെയിൻ സ്വിച്ചിൽ നിന്ന് എർത്ത് ഉണ്ട്, ദെൻ ELCB, ELCBയിൽ നിന്ന് നേരത്തെ MCB കഴിഞ്ഞിട്ട് നമ്മളുടെ സ്വിച്ച് സോക്കറ്റൊക്കെ ഉണ്ടല്ലേ. അപ്പം ഇവിടെ നമ്മൾ ഒരു ഓർഡർ പഠിച്ചു. ആദ്യം നമ്മളൊരു ഫ്യൂസ് വെച്ചത് സേഫ്റ്റിക്കല്ലേ. അപ്പം ഫസ്റ്റ് ഡിവൈസ്, സേഫ്റ്റി മെഷേഴ്സിലെ ഫസ്റ്റ് ഡിവൈസ് എന്താണ്? സേഫ്റ്റി ഫ്യൂസ് ആണ്. സെക്കൻഡ് ഡിവൈസ് എന്താണ്? എർത്തിങ് അല്ലേ. തേർഡ് ഡിവൈസ് MCB, ELCB ഒക്കെയാണ്. ELCBയെ എർത്തിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് പറയാം കേട്ടോ. ELCBയും എർത്തിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പറയാം. അപ്പോൾ സേഫ്റ്റി ഫ്യൂസിനെ കുറിച്ച് പറയാം. ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ വി ഹാഡ് ലേൺഡ് അബൌട്ട് സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസ് ഈസ് ആൻ അലോയ് മെറ്റൽ അല്ലേ, ഒരു ടിൻ അലോയ് മെറ്റൽ ആയിരിക്കും. ആ മെറ്റൽ നമ്മൾ ഫേംലി ഫ്യൂസുമായിട്ട് ഇങ്ങനെ ഫ്യൂസിൻ്റെ രണ്ട് എൻഡിൽ നമ്മളിങ്ങനെ മെറ്റൽ വയർ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുന്നു. ഹീറ്റിംഗ് എഫക്റ്റ് കാരണം, ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് പോലെ ഹീറ്റിംഗ് എഫക്റ്റ് കാരണം നമ്മൾ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡിങ്ങോ ഹൗസ് ഹോൾഡിലുണ്ടായാൽ ആ ഫ്യൂസ് ബെൻഡായിപ്പോവും. അങ്ങനെ ഫ്യൂസ് ബെൻഡാവുമ്പോൾ സർക്യൂട്ട് ഓപ്പൺ ആവും അല്ലേ. ആ ക്ലോസ്ഡ് സർക്യൂട്ട് പിന്നെ ഓപ്പൺ ആയാൽ there will not be any current flowing through that, so that the circuit, an overall household circuit will be protected. So what are the circumstances that lead to the excess flow of current? Overloading and ഷോർട്ട് സർക്യൂട്ട്. ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെല്ലോ അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സിൽ നിന്നോ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് ഇടയ്ക്കൊരു റെസിസ്റ്റൻസ് ഇല്ലാതെ വന്നാൽ ഷോർട്ട് സർക്യൂട്ടാവും. മെയിൻ സപ്ലൈയിൽ നിന്ന് വേണമെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വരാം. നമ്മളിപ്പോൾ മെയിൻ സപ്ലൈയിൽ നിന്ന് പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ ഒരുമിച്ചിങ്ങനെ വെച്ചാലേ, പോസിറ്റീവും നെഗറ്റീവ്, അതായത് ഫേസും ന്യൂട്രലും കാണുമല്ലോ, ഫേസും ന്യൂട്രലും നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുവച്ചാൽ അത് ഷോർട്ട് സർക്യൂട്ട്. അപ്പം അതങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ഷോർട്ട് സർക്യൂട്ടാണ്. ദെൻ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ അപ്ലയൻസസിനും കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. അതിന് താങ്ങാൻ പറ്റുന്ന കറണ്ടിൽ കൂടുതൽ ലോഡ് പാസ് ചെയ്യുന്നുണ്ട് വയറിൽ കൂടെ എന്നുണ്ടെങ്കിൽ ഓവർലോഡിങ് സംഭവിക്കും. അതും നടക്കാൻ പാടില്ല. അതുകൊണ്ട് ആ സമയത്തും ഫ്യൂസാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂസ് ഓപ്പൺസ് അപ്പ് ദ സർക്യൂട്ട് അല്ലെങ്കിൽ ബ്രേക്സ് ദ സർക്യൂട്ട്. വാട്ട് ഹാപ്പൻസ് ടു ദ സർക്യൂട്ട് വെൻ ദർ ഈസ് ആൻ എക്സസ് കറണ്ട് ഇൻ ദ സർക്യൂട്ട്? മോർ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് and the fuse will get damaged and it opens the circuit. അപ്പോൾ ഫ്യൂസിൻ്റെ പ്രത്യേകത, നമ്മൾ എന്തെങ്കിലും ഫ്യൂസ് വഴി, ഇപ്പോൾ ഫ്യൂസ് അടിച്ചു പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയൊരു ഫ്യൂസ് വയർ കറക്റ്റ് ആംപിയറേജ് ഉള്ള, നമ്മളുടെ വീടിന് വേണ്ടിയിട്ട് കറക്റ്റ് ആംപിയറേജ് ഉള്ള, നമ്മളുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതിന് ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്ര, അതിന് എത്രയാണ് ഓവർ കറണ്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും അല്ലേ, എക്സസ് കറണ്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള അതിന് ആപ്റ്റായിട്ടുള്ള ഒരു വയർ മേടിക്കാൻ പോകണം. അത് മേടിച്ച് കൊണ്ടുവന്ന് ഫ്യൂസ് കെട്ടണം. എന്നിട്ട് മാത്രമേ നമുക്ക് മെയിൻ സ്വിച്ച് ഓണാക്കാൻ പറ്റൂ അല്ലേ. അതാണ് ഫ്യൂസ് വയർ ഉപയോഗിച്ച് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത, സേഫ്റ്റി ചെയ്യുമ്പോഴുള്ള പ്രത്യേകത. ഹൗ ഡസ് ദ സേഫ്റ്റി ഫ്യൂസ് പ്രൊട്ടക്റ്റ് എ സർക്യൂട്ട്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രിസിറ്റിയുടെ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഫസ്റ്റ് ലെസണിൽ പഠിച്ചതാണ്. വെൻ ദ എക്സസ് കറണ്ട് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട് ദ ഫ്യൂസ് വയർ ഇൻ ദ സേഫ്റ്റി ഫ്യൂസ് വിൽ മെൽറ്റ്. ദിസ് വിൽ സ്റ്റോപ്പ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്. നെക്സ്റ്റ്, എ സർക്യൂട്ട് ക്യാൻ ബി ബ്രോട്ട് ബാക്ക് to its original state by using a fuse wire of suitable amperage after rectifying the issue of excess current. അപ്പം എന്ന് വെച്ചാൽ എന്താ, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ എക്സസ് കറണ്ട് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം വന്നപ്പോൾ നമ്മൾ വേറെ ഫ്യൂസ് വയർ പോയി മേടിക്കേണ്ടി വന്നു അല്ലേ. അത് കൊണ്ടുവന്ന് കെട്ടി പിന്നീട് നമുക്കത് ഓണാക്കാൻ പറ്റുള്ളൂ, പിന്നെ നമുക്ക് കറണ്ട് കിട്ടുള്ളൂ അല്ലേ. യെസ്. സെക്കൻഡ്, നമ്മൾ ഓർഡർ പഠിച്ചത് 3 പിൻ പ്ലഗും എർത്തിങ്ങുമാണ്. ഓക്കെ, ഈ എർത്തിങ്ങിൻ്റെ കൂടെ എഴുതിക്കോ 3 പിൻ പ്ലഗ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞതാണ് 3 പിൻ പ്ലഗിനെ കുറിച്ചും എർത്തിങ്ങിനെ കുറിച്ചും. അപ്പം ഇത് വൈ ഈസ് എ 3 പിൻ പ്ലഗ് യൂസ്ഡ്, അല്ലെങ്കിൽ 3 പിൻ പ്ലഗിൽ ഒരു എർത്തിങ് എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ട്. എന്തിനാണത് ഉപയോഗിക്കുന്നത്? In order to ensure safety, 3 pin plugs are used in certain appliances.
if the phase line comes into contact with the body appliance due to the defects in the insulation, what happens to the person? Suppose you are taking an iron box. ഒരു അയൺ ബോക്സ് എടുത്തിട്ട് അതൊന്ന് തല്ലിപ്പൊട്ടിച്ച് നോക്കണം. അയൺ ബോക്സിനകത്തൊരു ഹീറ്റിംഗ് എലമെൻറ്റ് കാണും. ഒരു യു ഷേപ്പിലൊരു ഹീറ്റിംഗ് എലമെൻറ്റ് കാണും. ഇത് അയൺ ബോക്സിൻ്റെ ബോഡിയാണ്. അയൺ ബോക്സിൻ്റെ ബോഡി മെറ്റാലിക് ബോഡിയാണ് അല്ലേ. ഒരു ഹീറ്റിംഗ് എലമെൻറ്റ് കാണും. ഹീറ്റിംഗ് എലമെൻറ്റിൽ ഒരു വയർ ഫേസും ഒരു വയർ ന്യൂട്രലിലോട്ടും കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഒരു വയർ എർത്ത് വയറായിരിക്കും. ഇത് അയൺ ബോക്സിനകത്തുള്ള സെറ്റപ്പാണ്. അപ്പം ഹീറ്റിംഗ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫേസിൽ നിന്ന് ന്യൂട്രലിലോട്ട് കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നു. റോഡ് ഹീറ്റ് ആവുന്നു അല്ലേ. ഹീറ്റിംഗ് റോഡ് ഹീറ്റ് ആവുന്നു. പക്ഷേ എന്തിനാണ് ഈ എർത്ത് കൊടുത്തേക്കുന്നത്? സപ്പോസ് ഇഫ് യു ആർ ടേക്കിംഗ് ദാറ്റ് ഹീറ്റിംഗ് റോഡ് ആൻഡ് ഐ ആം കണക്റ്റിംഗ് ദ ഫേസ് വയർ ആൻഡ് ന്യൂട്രൽ വയർ. ഓക്കെ, ഈ ഫേസ് വയർ കണക്ട് ചെയ്തപ്പോൾ ഫേസ് വയറിൻ്റെ കുറച്ച് മെറ്റാലിക് പാർട്സ്, കോപ്പർ വയറാണല്ലോ, അതിൻ്റെ കുറച്ച് മെറ്റാലിക് പാർട്സ് കാണുമല്ലോ. എന്തെങ്കിലും കാരണവശാൽ ഈ ഫേസ് വയറിൻ്റെ ഇൻസുലേഷൻ കുറച്ച് സ്ഥലത്ത് വിട്ടുപോയി. ഇറ്റ് ക്യാൻ ഹാപ്പൻ. അത് വിട്ടുപോയി, ആ ഇൻസുലേഷൻ വിട്ടുപോയി. സോ ദാറ്റ് മെറ്റാലിക് കോപ്പർ വയർ കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദിസ് മെറ്റാലിക് ബോഡി. വെൻ ദ മെറ്റാലിക് കോപ്പർ വയർ in the phase line comes in contact with the metallic body, what happens? നമ്മളൊരു ടെസ്റ്റർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇവിടെ വെച്ച് നോക്കുക, കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ആ സമയത്ത് നമ്മൾ കൈ വെച്ചാൽ ഷോക്ക് അടിക്കും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അത് സംഭവിക്കാതിരിക്കാൻ എർത്തിങ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്, അത് കൊടുക്കണം. അപ്പം ഇൻസുലേഷൻ പോയാലും വാട്ട് എവർ ഹാപ്പൻസ്, ഫേസ് ലൈനിൽ കൂടെ കറണ്ട് പോകുന്നുണ്ട്, ഇൻസുലേഷൻ തെറ്റാണ്, ഇൻസുലേഷനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, അത് ഇളകിപ്പോയിട്ടുണ്ട്. അപ്പം ഇതിനകത്തുള്ള കോപ്പർ വയർ മെറ്റാലിക് ബോഡിയുമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറണ്ട് അവിടെ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനകത്ത് തൊട്ടാൽ കറണ്ട് നമ്മളെ അടിക്കത്തില്ല, കാരണം എർത്തിങ് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് കറണ്ട് ലീക്ക് ചെയ്തത് എർത്തിൽ കൂടെ അങ്ങ് പൊക്കോളും, നമ്മളിൽ കൂടെ പോവാതെ കറണ്ട് ലീക്ക് ചെയ്ത് എർത്ത് വഴി പൊക്കോളും. അപ്പോൾ നമ്മുടെ ELCB സ്വിച്ച് ബ്രേക്കർ ഉണ്ടല്ലോ, അതങ്ങ് ഓഫാവും. മനസ്സിലായോ? ELCB എന്ന് പറഞ്ഞാൽ എർത്ത് ലീക്കേജ് ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ബ്രേക്കറാണ്. അപ്പോൾ ഇവിടെ കൂടെ എർത്ത് ലീക്കേജ് സംഭവിച്ചാൽ നമ്മുടെ ELCB ഓഫാവും, ട്രിപ്പായി പോവും. ഓക്കെ, അപ്പം 3-pin പ്ലഗും എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഐ ടോൾഡ് യു ദാറ്റ് ദർ ഇസ് എ 3-pin പ്ലഗ്. ദ എർത്ത് പിൻ ഓഫ് ദ 3-pin പ്ലഗ് വിൽ ബി ലെങ്തിയർ ദാൻ ദ അതർ ടു. ഫേസ് ആൻഡ് ന്യൂട്രലിനെക്കാളും ലെങ്തിയർ ആയിരിക്കും. എന്തുകൊണ്ടാണ് അതിന് ലെങ്ത് കൂടുന്നത്? അത് നമ്മൾ കോണ്ടാക്റ്റ് വിത്ത് ദ 3-pin സോക്കറ്റിൽ കോണ്ടാക്റ്റ് വരുന്നത് ആദ്യം എർത്ത് പിന്നായിരിക്കും. റിമൂവ് ചെയ്യുമ്പോഴും ലാസ്റ്റ് റിമൂവ് ചെയ്യുന്ന ലാസ്റ്റ് കോണ്ടാക്റ്റ് വിടുന്നതും എർത്ത് പിന്നായിരിക്കണം. എന്നാലേ സേഫ് ആവത്തുള്ളൂ അല്ലേ, എന്നാലേ സേഫ്റ്റി നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് എർത്ത് പിൻ കൊടുക്കുന്നതും എർത്ത് പിന്നിൻ്റെ ലെങ്ത്ത് കൂട്ടുന്നതും. എർത്ത് പിൻ ഫോർ ബെറ്റർ സേഫ്റ്റി എന്ന് പറഞ്ഞ ബ്ലൂ കളർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ കണക്ക് ലെങ്ത്ത് കൂട്ടുന്നതും കുറയ്ക്കുന്നതും തമ്മിലാണ്. ഓക്കെ, വിച്ച് ലൈൻ കംസ് into contact with the pin E? Earth line. How does the earth pin differ from other pins? Why is it made different in this way? അതാണ് ഞാൻ പറഞ്ഞത്. The earth pin is longer than the other pins. It is because to make the contact of earth pin first when we put in the 3-pin plug, and when we remove the 3-pin plug, the earth pin must be the last to release the contact from the socket. Okay, which part of the instrument is connected to the earth line? എർത്ത് ലൈനായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഏത് പാർട്ടാണ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ? മെറ്റാലിക് ബോഡിയാണ് കേട്ടോ. മെറ്റാലിക് ബോഡിയിലുമായിട്ടാണ് എർത്ത് ലൈൻ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി MCBയെ കുറിച്ച് പഠിക്കാം. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എഴുതിയെടുത്തോ. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്താണ്? നമ്മൾ ഫ്യൂസിന് പകരം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് എ ഫ്യൂസ് വെയർ വി ക്യാൻ യൂസ് MCB, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സിമിലർ ടു ദ ഫ്യൂസ്. ഇറ്റ് വെൻ ദർ ഈസ് എക്സസ് കറണ്ട് പാസിംഗ് ത്രൂ ദ വയേഴ്സ്, ദ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ബ്രേക്സ് ഓഫ് ദ സർക്യൂട്ട്. അപ്പോൾ എന്തിനാണ് MCB ഉപയോഗിക്കുന്നതെന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഓർഡിനറി ഫ്യൂസ് ആൻഡ് MCBയും ചോദിച്ചിട്ടുണ്ട്. അപ്പം function of MCB is to
automatically break the circuit whenever there is excess flow of current. What is the function of MCB? Automatically break the circuit whenever there is excess flow of current. നമ്മൾ ഫ്യൂസ് വയർ ഉപയോഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഫ്യൂസ് വയർ പോയി വാങ്ങി വേറൊരു ഫ്യൂസ് വയർ കിട്ടുന്നത് വരെ നമ്മൾ കറണ്ട് ഇല്ലാതിരിക്കണം അല്ലേ. പക്ഷേ MCBയിലാണെങ്കിലോ നമ്മൾ എന്തെങ്കിലും കാര്യം റെക്ടിഫൈ ചെയ്യാനുണ്ട്. ഇപ്പോൾ സപ്പോസ് MCB ട്രിപ്പായി, ഓക്കെ, അപ്പം എവിടെ നിന്നാണ്, ഏത് പാരലൽ കണക്ഷനിൽ നിന്നാണ് MCB ഈ ട്രിപ്പായത് നമ്മൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഏത് സ്ഥലത്തു നിന്നാണ് അത് ഷോർട്ട് സർക്യൂട്ടിങ് വന്നതെന്ന് മനസ്സിലാവും. എക്സസ് കറണ്ട് വന്നത് എവിടെ നിന്നാണെന്ന് മനസ്സിലാവും. ആ സ്ഥലത്ത് പോയി റെക്ടിഫൈ ചെയ്യണം. എന്നിട്ട് നേരെ വന്ന് MCBയുടെ സ്വിച്ച് ജസ്റ്റ് ഓണാക്കിയാൽ മതി. മനസ്സിലായോ? അപ്പം എന്ത് സംഭവിക്കും? കറണ്ട് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പം MCB ആണ് ഫ്യൂസ് വയറിനെക്കാളും കുറച്ചും കൂടെ ബെനിഫിഷ്യൽ നമുക്കല്ലേ, ആണ്. ഇനി ELCB എന്ന് പറഞ്ഞാൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കറാണ്. അപ്പോൾ നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ എർത്ത് ലീക്കേജ് ഡിറ്റക്റ്റ് ചെയ്യലാണ് ELCBയുടെ വർക്കിംഗ്. ഹൗ ടു ഡിറ്റക്റ്റ് എർത്ത് ലീക്കേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കറിൽ ELCBയിൽ ഒരു റിലേ കോയിലുണ്ട്. ഒരു റിലേ കോയിൽ അറ്റ് വൺ എൻഡ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ എർത്ത് ലീക്കേജ് സംഭവിക്കുകയാണ്, കറണ്ട് ലീക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ കോയിലിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അനുഭവപ്പെടും. ഒരു കോയിലിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അനുഭവപ്പെടും. അപ്പം ഈ റിലേ ഉപയോഗിച്ചിട്ട് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത് കാരണം നമുക്ക് ELCBയുടെ ആ ഒരു സർക്യൂട്ട് ട്രിപ്പായിപ്പോവും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് സംഭവിക്കും. ഈ ELCBയുടെ ഒരു എൻഡിൽ ഒരു റിലേ കോയിലുണ്ട്. വെൻ എർത്ത് ലീക്കേജ് ഈസ് ഡിറ്റക്റ്റഡ് ദർ വിൽ ബി എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്ഡ് അക്രോസ് ദ റിലേ കോയിൽ ആൻഡ് ELCB ട്രിപ്സ് ഓഫ് കേട്ടോ. അപ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് ആ സമയത്ത് ELCB എന്ത് ചെയ്യും? അത് ട്രിപ്പായി പോയിക്കോളും. അപ്പം ELCBയെക്കാളും പുതിയൊരു രീതി വന്നിട്ടുണ്ട്, RCCB. ഇപ്പോഴത്തെ വീടുകളിൽ നമ്മൾ RCCB ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ RCCB ഈസ് ഏബിൾ ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ഫേസ് വയർ ആൻഡ് ഫേസ് കറണ്ട് ആൻഡ് ദ ന്യൂട്രൽ കറണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. RCCB ഫേസ് കറണ്ടിനെയും ന്യൂട്രൽ കറണ്ടിനെയും വ്യത്യസ്തമായിട്ട് കാണുന്നുണ്ട്. ന്യൂട്രൽ കറണ്ടാണോ പാസ് ചെയ്യുന്നത്, ഫേസ് കറണ്ടാണോ പാസ് ചെയ്യുന്നത് എന്നതിന് മനസ്സിലാവും. അങ്ങനെയാണത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതും അഥവാ ലീക്കേജ് ഉണ്ടെങ്കിൽ അത് അറിയിക്കുന്നതും ട്രിപ്പാവുന്നതും അങ്ങനെയാണ്. ഇനി നമുക്ക് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഓർഡിനറി ഫ്യൂസ് ആൻഡ് MCB എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്യൂസ് ആൻഡ് MCB? ഫ്യൂസ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഹീറ്റിംഗ് എഫക്റ്റ് അല്ലേ. ഹീറ്റിംഗ് എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് ഫ്യൂസ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ MCB ഈസ് യൂസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഹീറ്റിംഗ് എഫക്റ്റ് ആൻഡ് മാഗ്നറ്റിക് എഫക്റ്റ്. മാഗ്നറ്റിക് എഫക്റ്റ് ഉപയോഗിക്കും, ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗിച്ചിട്ടാണ് MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ വർക്ക് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് MCB ഓവർ എ ഫ്യൂസ്? MCBയുടെ അഡ്വാൻറ്റേജസ് എന്താണ് ഓവർ എ ഫ്യൂസ്? MCB എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും റെക്ടിഫിക്കേഷൻ വർക്ക് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരിട്ട് പോയി പ്ലഗ് ഓൺ ചെയ്യാം അല്ലേ, സ്വിച്ച് ഓൺ ചെയ്യാം. ഈസി ടു റെസ്യൂം സപ്ലൈ. MCB ഈസ് ഈസി ടു റെസ്യൂം supply. Easy to resume supply. Second MCB is reusable. MCB is reusable. Third, MCB has less maintenance and operation cost. Less maintenance അല്ലേ and operation cost. Less maintenance and operation cost. Fourth one, MCB is more sensitive to current. MCB is more sensitive to current. Okay. അപ്പോൾ MCB എന്ന് പറയുന്നത് റെസ്യൂം സപ്ലൈ എന്ന് റെസ്യൂം എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ച് വീണ്ടും പോയ കറണ്ടിനെ വീണ്ടും കൊണ്ടുവരുന്നതിനാണ് റെസ്യൂമിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ റെസ്യൂമിംഗ് സപ്ലൈ ഈസിയാണ് MCBയുടെ കേസിൽ. MCB റീയൂസബിൾ ആണ്, ഫ്യൂസ് അങ്ങനെയല്ല.
മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്, ഓപ്പറേഷൻ കോസ്റ്റ് കുറവാണ്, ആൻഡ് കറണ്ടിന് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ് MCB. ELCB എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്? ELCB, how ELCB works? ELCB helps to break the circuit automatically. It helps to break the circuit automatically whenever there is a current leakage. Write it down. ELCB helps to break the circuit automatically whenever there is a leakage in current due to any insulation failure in the wire, due to any insulation failure in the wire or any other reason, due to any insulation failure or any other reason. Hence, a person touching the circuit or hence the person touching the device will not get an electric shock. Hence, the person touching the device will not get an electric shock. RCCB എന്ന് പറഞ്ഞാൽ RCCB is a device that ensure more safety than ELCB. RCCB has more safety than ELCB. ELCBന് പകരം ഇപ്പോഴത്തെ കാലത്ത് RCCB ആണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് റെക്ടിഫിക്കേഷനെ കുറിച്ച് പഠിക്കാം. അതിനുശേഷം AC-യും DC-യും സപ്ലൈസ് ഉണ്ടല്ലോ. ഏതൊക്കെ തരം AC സപ്ലൈസ് നമുക്ക് വീട്ടിലുണ്ട്? ഫാനുണ്ട്, ഫ്രിഡ്ജുണ്ട്, TV ഉണ്ട് അല്ലേ? ഏതൊക്കെ തരം AC സപ്ലൈ ആവശ്യമുള്ള ഡിവൈസസ് വീട്ടിലുണ്ട്? ഫാന്, ഫ്രിഡ്ജ്, TV, മിക്സർ ഗ്രൈൻഡർ അല്ലേ? മിക്സർ ഗ്രൈൻഡർ, പിന്നെ അയൺ ബോക്സ് ഉണ്ട്, മോട്ടർ ഉണ്ടല്ലേ, വീട്ടിലെ വെള്ളം അടിക്കുന്ന മോട്ടോർ പമ്പില്ലേ, മോട്ടോർ പമ്പ് ഉണ്ട്. പിന്നെ എന്തുണ്ട് AC ഉപയോഗിക്കുന്നത്? നമ്മുടെ അയൺ ബോക്സ് ഒക്കെ AC അല്ലേ? അയൺ ബോക്സ് ഒക്കെ AC ആണ്. വീട്ടിലെ DC ഉപയോഗിക്കുന്നത് മൊബൈൽ ബാറ്ററി ചാർജർ, മൊബൈൽ, പിന്നെ കാൽക്കുലേറ്റർ, പിന്നെ ടോർച്ചിൻ്റെ ബാറ്ററി, പിന്നെ റിമോട്ടിൻ്റെ ബാറ്ററി. ഇതൊക്കെ എന്താണ്? DC സപ്ലൈ ആണ്. ക്ലോക്കിൻ്റെ ബാറ്ററി, ഇതൊക്കെ DC സപ്ലൈ ആണ്. ഓക്കെ, അപ്പോൾ AC സപ്ലൈയും DC സപ്ലൈയും തരുന്നതാണ്. ഈ AC നമുക്ക് വരുന്ന വീട്ടിലോട്ട് വരുന്ന 230 വോൾട്ട് DC ആണോ AC ആണോ? AC സപ്ലൈസ് ആണ് നമുക്ക് വീട്ടിൽ വരുന്ന 230 വോൾട്ട്. ഇതിനെ നമുക്കിപ്പോൾ DC സപ്ലൈയിലോട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? റെക്ടിഫിക്കേഷൻ ചെയ്യണം. ഫോർ കൺവേർട്ടിങ് AC ടു DC റെക്ടിഫിക്കേഷൻ ചെയ്യണം. ACയെ 230 വോൾട്ടുള്ള ACയെ റെക്ടിഫിക്കേഷൻ ചെയ്താൽ 230 വോൾട്ടുള്ള DC ആയി മാറും. കേട്ടോ? റെക്ടിഫിക്കേഷൻ ചെയ്താൽ 230 വോൾട്ടുള്ള DC ആയി മാറും. എനിക്കിതിനെ നമ്മുടെ വീട്ടിൽ 230 വോൾട്ട് വരുന്നു, എനിക്ക് 6 വോൾട്ട് ബാറ്ററിയാണ് വേണ്ടത്, 6 വോൾട്ട് DC ആണ് വേണ്ടുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? സ്റ്റെപ്പ് ഡൗൺ ചെയ്താൽ പോരെ? സ്റ്റെപ്പ് ഡൗൺ ചെയ്താൽ പോരെ? അപ്പോൾ 230 വോൾട്ടുള്ള ACയെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 6 വോൾട്ടുള്ള DC ആക്കി മാറ്റുന്നു. പിന്നെ 6 വോൾട്ടുള്ള DCയെ 12 വോൾട്ട് അല്ലെങ്കിൽ 6 വോൾട്ട്, DC അല്ല, സോറി, 6 വോൾട്ടുള്ള AC ആക്കി മാറ്റുന്നു. പിന്നെ റെക്ടിഫൈ ചെയ്തിട്ട് 6 വോൾട്ടുള്ള DC ആക്കി മാറ്റുന്നു. അപ്പം 230 വോൾട്ടുള്ള ACയെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക, അതിനെ 12 വോൾട്ട് അല്ലെങ്കിൽ 6 വോൾട്ടുള്ള ഒരു AC സിഗ്നലാക്കി മാറ്റുക. ഇതിനെ റെക്ടിഫൈ ചെയ്താൽ AC DC ആയി മാറും. ഓക്കെ, ആഫ്റ്റർ റെക്ടിഫിക്കേഷൻ 6 വോൾട്ട് AC ബിക്കംസ് 6 വോൾട്ട് DC. റെക്ടിഫയറിൻ്റെ മെയിൻ കമ്പോണൻ്റ് എന്താണ്? ഡയോഡ്. നമ്മുടെ ACയെ DC ആക്കി മാറ്റുന്ന റെക്ടിഫയറിലെ മെയിൻ കമ്പോണൻ്റ് എന്താണ്? ഡയോഡ്. ഡയോഡിൻ്റെ സിമ്പല് ഇതാണ് കേട്ടോ, ഡയോഡ്. പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഡയോഡാണ് ഈ പോസിറ്റീവ് മാത്രം വെച്ചിട്ട് നെഗറ്റീവിനെ ക്ലിപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കളയുന്ന ഒരു വസ്തുവാണ് കേട്ടോ. അപ്പോൾ ഡയോഡ് നമുക്ക് ACയെ DC ആക്കി മാറ്റാൻ സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് ഇലക്ട്രിക്കൽ ഷോക്ക് എങ്ങനെയൊക്കെ അടിക്കും അതൊന്ന് പറയാം. ഇലക്ട്രിക്കൽ ഷോക്ക് നമുക്ക് ബെയർ വയറിൽ നമ്മൾ ടച്ച് ചെയ്താൽ ഇലക്ട്രിക്കൽ ഷോക്ക് ഉണ്ടാവും. പിന്നെ ഏതെങ്കിലും കേബിൾ ഡാമേജ്ഡ് ഇൻസുലേഷൻ ഉള്ള കേബിൾ ഉണ്ടെങ്കിൽ
അത് ഇലക്ട്രിക്കൽ ഷോക്കിന് കാരണമാകും. ലൈറ്റ്നിങ് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഹാൻഡിലൊക്കെ ബ്ലിസ്റ്റേഴ്സൊക്കെ വരാം, നമ്മുടെ ശരീരത്തൊക്കെ ബ്ലിസ്റ്റേഴ്സ് വരാം. ലൈറ്റ്നിങ്ങിൻ്റെ സമയത്തും ഇലക്ട്രിക്കൽ ഷോക്ക് സംഭവിക്കാം. അപ്പോൾ ഇലക്ട്രിക്കൽ ഷോക്ക് നമ്മൾ ഉള്ള സമയത്ത് ഇലക്ട്രിക്കൽ ഷോക്ക് അടിച്ചാൽ നമ്മൾ എന്ത് വെച്ചാണ് ഇൻസുലേറ്റ് ചെയ്യേണ്ടത്? ഒരു ഡ്രൈ വുഡൻ സ്റ്റിക്ക് വെച്ചിട്ടോ ഡ്രൈ വുഡൻ പീസ് വെച്ചിട്ടോ ഒരു ഇൻസുലേറ്റർ വെച്ചിട്ടോ ഡ്രൈ ഇൻസുലേറ്റർ വെച്ചിട്ടോ നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യണം. ആ ഇലക്ട്രിക്കൽ ഷോക്ക് അടിച്ച ബോഡിയെയും ആ ഒരു സോഴ്സിനെയും സെപ്പറേറ്റ് ചെയ്യേണ്ടത് ഡ്രൈ വുഡൻ ഇൻസുലേറ്റർ വെച്ചിട്ടായിരിക്കണം. എന്തെങ്കിലും ഹൈ വോൾട്ടേജ് അഥവാ നമ്മുടെ ശരീരത്തെ ഏറ്റാൽ നമുക്ക് ഒരുപാട് ദോഷങ്ങൾ അതിനകത്തുണ്ടാവും. നമ്മുടെ ബ്രെയിനിനെ അത് ബാധിക്കാം, എപ്പിലെപ്സി സംഭവിക്കാം, ഡിപ്രഷൻ, ആങ്സൈറ്റി, എവറിത്തിങ് ക്യാൻ ഒക്കർ. സോ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? ഹൗ ടു പ്രിവെൻറ്റ് ഇറ്റ്. പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞാൽ വെറ്റ് ഹാൻഡ് വെച്ച് നമ്മൾ ഒരിക്കലും നമ്മൾ എക്വിപ്മെൻറ്റ്സിനെ ഉപയോഗിക്കരുത്. ഡോണ്ട് യൂസ് ഇലക്ട്രിക്കൽ കമ്പോണൻറ്റ്സ് യൂസിങ് അവർ വെറ്റ് ഹാൻഡ്. ദെൻ ഇൻസേർട്ട് ദ പ്ലഗ്സ് ഇൻ ടു ദ സോക്കറ്റ് ആഫ്റ്റർ സ്വിച്ചിങ് ഇറ്റ് ഓഫ്. ഇൻസേർട്ട് ചെയ്യുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യുക. ഊരാൻ നേരത്തും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് തന്നെ ആ സോക്കറ്റിൽ നിന്ന് പ്ലഗിന് ഊരുക. ദെൻ ഹൈ പവറുള്ള ഒരു വസ്തുവിനെ നമ്മൾ പ്ലഗ് ചെയ്യരുത്. ഓർഡിനറി സോക്കറ്റിൽ പ്ലഗ് ചെയ്യരുത്. ഓർഡിനറി സോക്കറ്റിനകത്ത് അതിനനുസരിച്ചുള്ള പവറിങ് വസ്തുക്കളെ ഉപയോഗിക്കാവൂ, ഡിവൈസസെ ഉപയോഗിക്കാവൂ. ഹൈ പവർ ഉള്ള ഫ്രിഡ്ജൊക്കെ സാധാരണ സോക്കറ്റിലെടുത്ത് കുത്തരുത്. ഡു നോട്ട് ടച്ച് ദ ഇൻറ്റീരിയർ പാർട്സ് ഓഫ് ദ കേബിൾ TV അഡാപ്റ്റർ. അത് ഇൻസുലേഷൻ ഉള്ള സ്ഥലം മാത്രമേ നമ്മൾ തൊടാവൂ. ഇൻസുലേഷൻ ഇല്ലാതെ ഓപ്പൺ ആയിട്ടിരിക്കുന്നതൊന്നും നമ്മൾ തൊടരുത്. ഡു നോട്ട് ഫ്ലൈ കൈറ്റ്സ് ഇൻ ഇലക്ട്രിക്കൽ ലൈൻസ്. അപ്പം പട്ടം പറത്തരുത്. ഫ്ലൈയിങ് കൈറ്റ്സ് ഇൻ ഇലക്ട്രിക്കൽ ലൈൻ കമ്പിയിൽ കൂടെ നമുക്ക് ഷോക്ക് അടിക്കും. ദെൻ ടേബിൾ ഫാനിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഹെയർ ഡ്രൈ ചെയ്യരുത്. ടേബിൾ ഫാനിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഹെയർ ഡ്രൈ ചെയ്യരുത്. ദെൻ ടോൾ ബിൽഡിങ്സിൻ്റെ അടുത്ത് പോയി നിൽക്കരുത്. വെൻ ദർ ഇസ് ലൈറ്റ്നിങ്, ടോൾ ബിൽഡിങ്സിൻ്റെ അടുത്ത് പോയി നിൽക്കരുത്. ദെൻ എൻഷുർ ദാറ്റ് ദ മെയിൻ സ്വിച്ച് ആൻഡ് ELCB ആർ സ്വിച്ച്ഡ് ഓഫ് വെൻ ദ മെയിൻ്റനൻസ് വർക്ക് ഈസ് ബീങ് ക്യാരിഡ് ഔൺ. അപ്പോൾ മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്ന സമയത്ത് the ELCB and the main switchboard MCB must be switched off. Otherwise you will be in danger. പ്രിക്കോഷൻസ് 3-4 ഉണ്ട്. നമ്മൾ ലൈറ്റ്നിങ് സമയത്ത് പ്രിക്കോഷൻസ് ആയിരിക്കുക, വീട്ടിനകത്ത് തന്നെ ഇരിക്കുക, ഈ എക്വിപ്മെൻറ്റ്സുമായിട്ടൊന്നും ബന്ധമില്ലാത്ത രീതിയിൽ ഇരിക്കുക. എന്നിട്ട് അപ്ലയൻസസ് ഒക്കെ ലൈറ്റ്നിങ് സമയത്ത് നമ്മൾ സ്വിച്ച് ഓഫായിരിക്കുക, പ്ലഗ് നമ്മളെപ്പോഴും റിമൂവ് ചെയ്ത് വെച്ചിരിക്കുക. ആൻഡ് ലൈറ്റ്നിങ് സമയത്ത് ഇപ്പോൾ വാട്ടറൊക്കെ മഴയുള്ള സമയത്ത് വാട്ടറൊക്കെ വീട്ടിലോട്ട് കയറുകയാണെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുക, അല്ലെങ്കിൽ കറണ്ട് അടിക്കാൻ സാധ്യതയുണ്ട്. ബിക്കോസ് വാട്ടർ ഒരു കണ്ടക്ടറാണ്, ഇതിൽ കൂടെയൊക്കെ പാസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമുക്ക് പിന്നെ റീകണക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് ഷോക്ക് അടിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഡ്രൈ ഇൻസുലേറ്റർ വെച്ചിട്ട് അവരെ അങ്ങ് മാറ്റി നിർത്തുക. അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ട് അവരുടെ മസിൽസൊക്കെ റിലാക്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂട് കൊടുക്കുക, റബ്ബ് ചെയ്ത് കൊടുക്കുക, ചെസ്റ്റ് കംപ്രഷൻസ് ഇങ്ങനെ കൊടുക്കുക, എന്നിട്ട് മൗത്തിൽ കൂടെ ബ്രീത്ത് കൊടുക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് മേക്കിംഗ് ഹൗസ് ഹോൾഡ് സർക്യൂട്ടിൽ പഠിക്കാനുള്ളത് ആ സ്വിച്ചസും അതേപോലെ ELCBയും അതിൻ്റെയൊക്കെ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. റെഗുലേറ്ററിൻ്റെയൊക്കെ പടങ്ങളൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് എഴുതാവുന്നതേ ഉള്ളൂ. നമ്മൾ എന്നും കണ്ടിട്ടുള്ള വീട്ടിലൊക്കെ കാണുന്ന ഉപകരണങ്ങളുടെ പേരാണ്, അതിൻ്റെ യൂസസ് നമ്മൾ എഴുതുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ടോക്ക് ടു മീ. Okay, I will rectify it. And in the next class we will discuss about the question and answers in the last part. Okay, so this chapter is over. Electromagnetic induction is over. See you soon. Assalamu alaikum warahmatullahi wabarakatuh.